വാർത്തകളിലേക്ക്. ചോറ്റാനിക്കരയിൽ പോക്സോ കേസിരയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും വധശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ചോറ്റാനിക്കരയിലെ വീട്ടിൽ പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയതിൽ ബലാത്സംഗം, വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. താൻ മർദ്ദിച്ചതിൽ മനം നൊന്ത പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നും ആൺസുഹൃത്ത് മൊഴി നൽകിയതായാണ് സൂചന. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. 64 BNSന്റെ 64 109. ആരോഗ്യസ്ഥിതി ഒന്നും പറയാറായിട്ടില്ല. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ട്രസ്റ്റിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് ആൺസുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതും. പിന്നീട് കഴുത്തിൽ ഷാൾ കുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിന്റെയും ഫോറൻസിക് പരിശോധന ഫലത്തിന്റെയും അടിസ്ഥാനത്തിലാവും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്ത് ലഹരിക്കേസിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വഴി 1 വർഷം മുൻപാണ് ഇയാൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത്. പീരുമേട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ടെന്നാണ് വിവരം. തലയോലപ്പറമ്പിൽ രജിസ്റ്റർ ചെയ്ത 2 ആക്രമണ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.